ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ കുക്കിംഗ് വീഡിയോ എന്നായിട്ടല്ല. ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളോട് പറയാൻ വന്നതാണ്. അപ്പം പറയാൻ വന്നത് വേറൊന്നുമല്ല. ഈ ഞണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല ഈ ഞണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഞണ്ട് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള മടി കൊണ്ട് തന്നെ ഇവിടെ വീട്ടിലാരും മേടിക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ പക്ഷേ മെനക്കെട്ടൊക്കെ ഇരുന്ന് കഴിക്കും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അത്രയും ടേസ്റ്റ് അല്ല ഈ സാധനത്തിന്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമല്ല. നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത്? ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിത് ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യും. എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയും എല്ലാവരും ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കാലൊക്കെ ഒടിച്ച് മാറ്റി അതിൻ്റെ അകത്ത് ഇത് ഈ തോടുണ്ടല്ലോ, തോട് ഇങ്ങനെ പൊളിച്ചെടുക്കും. അതൊരു സൈഡിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തോട് പൊളിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ആ ചെകിള പോലത്തെ സാധനമൊക്കെ വടിച്ച് കളഞ്ഞിട്ട് അത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ അകത്തൊരു പായൽ പോലത്തെ സംഭവമുണ്ട്, അതൊക്കെ പോയി കിട്ടും. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം അതൊക്കെ പോയി കിട്ടും. എന്നാൽ മാത്രമാണ് അതിൻ്റെ അഴുക്ക് മൊത്തമായിട്ട് പോകുന്നത്. പിന്നെ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടി വെച്ചൊന്ന് കാണിച്ചാൽ ഞണ്ടിൻ്റെ ആ ഭാഗം ക്ലീനായി കിട്ടും. അപ്പോൾ ഇതിൽ വേറൊരു സംഭവം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. ഞാനിത് വാങ്ങാൻ പോയ സ്ഥലത്ത് ഞാൻ ഈ ഞണ്ട് അവിടെ മീൻ വിൽക്കുന്ന സ്ഥലത്ത് ആ ചേട്ടന്മാരോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അത് ക്ലീൻ ചെയ്ത് തരുന്നതിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാൽ അതിൻ്റെ അകത്തുള്ള മാംസം വെള്ളമായി പോകുന്നു. അതെന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് പച്ചയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല അതിൽ. അതിൻ്റെ തൊണ്ട് മാത്രമേ കാണുള്ളൂ. അപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് പച്ചയ്ക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ അകത്തുള്ള മാംസമെല്ലാം വെള്ളമായി പോകും, പിന്നെ തൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതെന്താ സംഭവം എന്നറിയില്ല ഗൈസ്. ഞാൻ അതെന്തായാലും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നുണ്ട്, അതെന്താണ് സംഭവമെന്ന്. അപ്പോൾ എൻ്റെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ബ്രഷ് വെച്ചുരച്ചത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അത് പല്ല് തേക്കുന്ന ബ്രഷൊന്നും അല്ല. ഞാൻ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന ബ്രഷാണ്. നമ്മൾക്ക് എന്തെങ്കിലും ബ്രഷ്, അതായത് ചില സാധനങ്ങളൊക്കെ കഴുകുമ്പോൾ നമുക്കത് കൈകൊണ്ട് കഴുകാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. കൈകൊണ്ട് കഴുകിയാലും അഴുക്ക് പോകാത്ത ചില സംഭവങ്ങൾ, അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ബ്രഷാട്ടോ. അപ്പോൾ അതുപോലെ ഒരു ബ്രഷ് വെച്ചിരുന്നാൽ മതി, ഞണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞണ്ടിൻ്റെ ആ ചെകിളയെല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു പായൽ കാണുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ആ പായലങ്ങ് പോയി കിട്ടും. അപ്പോൾ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്നതും കറി വെക്കുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.